ഹായ് സന്ദരീസ്, എവിടെ വരായി നിങ്ങളുടെ ഓണമൊക്കെ? ഇത്തവണത്തെ ഓണം നമുക്ക് കുറച്ച് കളർഫുൾ ആക്കാം അല്ലെ? ഈ വാർഡ്രോബിലാണ് അതിന്റെ രഹസ്യം ഇരിക്കുന്നത്. നമ്മുടെ വാർഡ്രോബിൽ ഒത്തിരി സെറ്റ് സാരികളുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു പഴയ സെറ്റ് സാരി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ മേക്ക് ഓവർ നടത്താം. ഇത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു സാരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ കസവാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെയിലും കാണില്ലേ ഇതുപോലത്തെ സാരികൾ? ഇതൊന്ന് മേക്ക് ഓവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത്തവണത്തെ ഓണത്തിന് ട്രെൻഡിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഡൈ സാരീസ് ആണ് കേട്ടോ. സോ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇത് ഖദറിന്റെ നമ്മൾ ഡൈ കളേഴ്സ് ആണ്. ഇത് ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. 200 റുപ്പീസിന് താഴെ ഉള്ളൂ. അപ്പൊ എനിക്ക് 5 കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഏത് ഡ്രസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യണം. എന്നാലേ ആ കളറൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുള്ളൂ. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ കളറൊക്കെ നമ്മുടെ കയ്യിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ പൊടി ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം അതിന്റെ തരിതരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഡ്രസ്സിൽ ഇത് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുശേഷം ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ സാരി മുക്കി വെക്കുന്നത്. നമുക്ക് വേണ്ട ലെങ്തിൽ ഒരു ടൈ ചെയ്തതിന് ശേഷം മുക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ ലൈനിൽ കൂടെ വരും. അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുക്കിയും പൊക്കിയും കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കളർ നന്നായിട്ട് അത് അബ്സോർബ് ആകും. കളർ നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ വേറൊരു ബക്കറ്റിൽ നിറഞ്ഞ വെള്ളം എടുത്ത് അതിലേക്ക് ഡൈ ഫിക്സർ ഒഴിക്കുക. പ്ലെയിൻ വാട്ടറിലാണ് ഡൈ ഫിക്സർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ മുക്കിയ ഡൈയുടെ കളർ ഫിക്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനുശേഷം നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ കുറച്ച് നന്നായിട്ട് ഒലച്ചൊന്ന് കഴുകിയെടുക്കുക. കുറച്ച് കളറൊക്കെ പോവും, അത് കുഴപ്പമില്ല. ബാക്കി എല്ലാ കളറും അവിടെ കറക്റ്റ് ആയിട്ട് പിടിച്ചിരുന്നോളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. എന്നിട്ട് നല്ലപോലെ വെയിലില്ലാത്ത ഒരു സ്ഥലത്തിട്ട് ഉണക്കിയെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മളൊരു പുതിയ മേക്ക് ഓവർ ചെയ്തെടുത്തേക്കുന്നത്. വെറും 50 രൂപയ്ക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഒരു സാരിക്ക് ഏകദേശം റേറ്റ് വരുന്ന 1000 റുപ്പീസ് എബോ ആണ് കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ഇല്ലായിരുന്നു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത്. ഇതുപോലെ പഴയ സാരികളുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് കളർഫുൾ ആക്കണ്ടേ? അപ്പൊ അതിനായിട്ട് ഡൈ ചെയ്ത അതേ കളറിന്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അതേപോലെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഓർണമെന്റ്സ് ആയിരിക്കും ഒരു വെറൈറ്റി ആകുന്നത്. ഇവിടെ ഞാനൊരു ചോക്കർ സെറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ കിച്ചു കളക്ഷനിൽ ഓർഡർ ചെയ്ത ഒരു പാലക്ക സെറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി സെറ്റ് ആണ്. അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുന്നൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഹാപ്പി ഓണം.